സാമ്രാജ്യത്വം ബൈഡനായാലും ഇപ്പോൾ ട്രംപ് ആയാലും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നുമില്ല. ചൈനയെ വളഞ്ഞു വെക്കുക എന്നുള്ളത്. ചൈനയെ വളയാൻ വേണ്ടി ഇന്ത്യ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഒപ്പം തന്നെ ജപ്പാൻ, ഈ ത്രിരാഷ്ട്ര സഖ്യത്തെ രൂപപ്പെടുത്തിയിട്ട് പട്ടാള പ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ചൈനയെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ചൈന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ രാഷ്ട്രമെന്ന രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഒരു രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവുക എന്ന നിലപാട് സ്വീകരിച്ച് ചൈന മുന്നേറുകയാണ്. വളരെ വേഗം തന്നെ ചൈനയ്ക്ക് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രബലമായ അതിൻ്റെ കരുത്ത് തെളിയിച്ച് മുമ്പോട്ടേക്ക് പോകാനാവും, ആരെക്കാളും കൂടുതൽ മുന്നിൽ എന്നുള്ളതാണ് പൊതുവെയുള്ള ചിത്രം. അപ്പോൾ ആ ചൈനക്കെതിരായിട്ടുള്ള സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം നിലനിൽക്കുന്ന ഏറ്റവും പ്രബലമായ ജനകീയ ജനാധിപത്യ വിപ്ലവവും സോഷ്യലിസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രത്തിന് നേരെ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണമാണ് സാമ്രാജ്യത്വം, പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ചേരുന്നവരാണ് ഈ ജപ്പാനും ഇന്ത്യയും, അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രങ്ങൾ എന്ന രീതിയിൽ നമുക്ക് കാണാം. സോഷ്യലിസം നിലനിൽക്കുന്നതിന് മുമ്പ് തന്നെ മാർക്സും എംഗൽസും ചേർന്ന് എഴുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എന്താണ് ലോകത്തിൻ്റെ ചിത്രമെന്ന് അവതരിപ്പിച്ചുകൊണ്ട് അന്ന് മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് അന്ന് തന്നെ മാർക്സും എംഗൽസും പറഞ്ഞു വെച്ചു. അത് കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പരിപാടി എന്ന നിലയിലാണ്. ഇതിനു മുമ്പ് നിലവിൽ വന്ന സാമൂഹിക വികാസ ഘട്ടങ്ങൾ എങ്ങനെയാണോ നിലവിൽ വരികയും നിഷ്ക്രമിക്കുകയും ചെയ്തത്, അതുപോലെ നമ്മുടെ കണ്ണു വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയായിട്ട് കാണാമെങ്കിലും ഇതിനു മുമ്പുണ്ടായി നിലവിൽ വന്ന് നിഷ്ക്രമിച്ച സാമൂഹിക വികാസ ഘട്ടങ്ങളെപ്പോലെ തന്നെ ഈ മുതലാളിത്തവും തകരും. മുതലാളിത്തത്തിന് പകരം സോഷ്യലിസം ലോകവ്യാപകമായിട്ട് രൂപപ്പെട്ട് വളർന്നു വരും എന്ന് ദീർഘദർശനം ചെയ്തത് സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴല്ല, ചൈന ഉള്ളപ്പോഴല്ല, ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ ലോകത്ത് വരുന്നതിന് മുമ്പാണ്. ഒരു ശാസ്ത്രം എന്ന രീതിയിൽ സാമൂഹ്യ ശാസ്ത്രത്തെ മാർക്സും വളർത്തിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിശാബോധത്തോടെയുള്ള ഒരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിശദീകരിച്ചത്. അതെന്തുകൊണ്ടാണ് എന്ന് മാർക്സ് വിശദീകരിച്ചു. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് ലോകത്തിൻ്റെ മുതലാളിത്ത പ്രതിസന്ധി. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്നാണ്, അല്ലാതെ വേറൊരു പ്രക്രിയയിൽ നിന്നല്ല. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത കുത്തകളുടെ മുതലാളിമാരുടെ കൈകളിലുള്ളിടത്തോളം കാലം സമ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംഹഭാഗവും അവർക്ക് അവരുടെ കൈ ഒതുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ ആ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ. ആ വഴി ഉൽപാദനോപാധികളെല്ലാം സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിൽ വരണം. സാമൂഹ്യ ഉടമസ്ഥത. ഉൽപാദനോപാധികൾ സാമൂഹ്യ ഉടമസ്ഥതയിലേക്ക് വളരെ വേഗം ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൻ്റെ രീതിയിൽ ലോകത്ത് ഏതെങ്കിലും ഭൂസ്വാസി തയ്യാറായി പോകുമെന്ന ഒരു തെറ്റിദ്ധാരണയും അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രത്യശാസ്ത്ര നിലപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ടിക്കും ലോകത്ത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല, അംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ ഉൽപാദക ശക്തിയുടെ കരുത്ത്, അധ്വാനിക്കുന്ന വർഗം, അവരാണ് ഉൽപാദക ശക്തി. അവർക്ക് കൂലിയാവുന്ന അവരുടെ ജീവിതം നിലനിർത്താനുള്ള മാർക്കറ്റിലെ സാധന സാമഗ്രിയുടെ വില മാത്രം കൊടുത്ത് അധ്വാനം കവർന്നെടുത്ത് മിച്ചമൂല്യമാക്കി ആ മിച്ചമൂല്യം പൂർണ്ണമായിട്ട് കൈവശം വെക്കുന്ന ആധുനിക മുതലാളിത്തം,
സാമ്രാജ്യത്വം, സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷവും അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു ചിത്രം. ഈ ഒരു പശ്ചാത്തലത്തിൽ അധ്വാനിക്കുന്ന വർഗം നടത്തുന്ന അതിശക്തമത്തായ പോരാട്ടത്തിലൂടെ, സമരത്തിലൂടെ നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയെ തന്നെ മാറ്റി ഒരു പുതിയ വ്യവസ്ഥയിലേക്ക്, സോഷ്യലിസ്റ്റിലേക്ക് ലോകം മാറിയേ പറ്റൂ എന്ന് ദീർഘദർശനം ചെയ്തത് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുതൽ ഇങ്ങോട്ട് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് ദിശാബോധം നൽകി ആ കാഴ്ചപ്പാട് നിലനിൽക്കുകയും വളരുകയും ചെയ്യുകയാണ്. ഇപ്പോൾ AI ഉൾപ്പെടെയുള്ള പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയെല്ലാം ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ എഴുതുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, മാർക്സും ഈ കാലഘട്ടം വരെയുള്ള, ഈ നിമിഷം വരെയുള്ള, ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള ശാസ്ത്ര സാങ്കേതിക ചരിത്ര സർവതല സ്പർശിയായ മേഖലയിലുള്ള പുതിയ കണ്ടെത്തലുകളെ മുഴുവൻ സ്വാംശീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അതിവിപുലമായ, വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സം. അതിൽ സംശയം വേണ്ട. ഇവിടെ AI ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? കുത്തക മുതലാളിത്തത്തിൻ്റെ ലാഭം, നേരത്തെ പറഞ്ഞ മിച്ചമൂല്യ വിഹിതം വലിയ രീതിയിൽ കൂടാൻ പോവുകയും അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ശാസ്ത്രത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം, ഈ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം ഈ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുക. അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലാകുമ്പോഴേക്ക്, അതിൻ്റെ അപ്പുറത്തെ കൊല്ലാകുമ്പോഴേക്ക്, അല്ല അടുത്ത 10 കൊല്ലം കൊണ്ട് ഇതെല്ലാം മാറി പുതിയ രീതിയിലേക്ക് മാറുമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് കാലം പിടിക്കും. പക്ഷേ ഈ വൈരുദ്ധ്യം കൂടുകയാണ് ചെയ്യുക. മാർക്സ് പറഞ്ഞതുപോലെ സോഷ്യലിസത്തിലേക്കുള്ള യാത്ര ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെതിരായിട്ടുള്ള, സമൂഹത്തിന് മൊത്തം എതിരായിട്ടുള്ള കടന്നാക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അവരെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാനാവണം. ജനീയ ചൈന ഏതാണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള AI സംവിധാനത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന, വളരാൻ സാധിക്കുന്ന ഒന്നായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അല്ലെങ്കിൽ പുസ്തക മുതലാളിമാർക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള AI സംവിധാനമല്ല എന്ന കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റ് വിശദീകരണത്തിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് കടക്കുന്നില്ല. സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷമായിട്ട് തുടരുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ സാർവദേശീയ പ്രവണതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്.